ഇയാൾക്ക് തനിനാ മനസ്സിലായിട്ടില്ല. എന്താണ് കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു. ഇത് എവിടത്തെ ന്യായം? വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞാൻ വളരെ മോശമായി പെരുമാറുന്നവളാ, പറഞ്ഞേക്കാം. ഞാൻ കണ്ടു. ഞാൻ പറയും. ഇതെന്ത് പാശ കച്ചറ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വിടില്ല ഞാൻ പറയണ്ട, വിടില്ല ഞാൻ. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. എടി ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റി. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണ കേട്ടാ. ഇവനെവിടെ കൊന്നാലാ? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. പക്ഷേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഒരു ശിക്ഷ മിസ്റ്റർ മാധവൻകുട്ടിക്ക് കിട്ടിയേ പറ്റൂ. ഞങ്ങളാരും കൈയടിക്കുന്നില്ല, എന്താ വേണു മാഷ പ്രശ്നം? ഈ നിൽക്കുന്നവർ തന്നെയാ പ്രശ്നം. അതങ്ങോട്ട് തല്ലി ഓടിച്ചു വിട്. തന്നോട് ചോദിച്ചില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല മനുഷ്യർക്ക്. നാട്ടുകാരെ മുഴുവൻ കളിയാക്കാം. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. ഒരുമാതിരി കിന്നാരവും പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വന്നാണ്ടല്ലോ. ചൊറിഞ്ഞു കയറുന്നുണ്ട് എനിക്ക്. ഓടിയോടുന്നു. ഓ, ഞാൻ പോവാ. ഇത് അപ്പാണിക്ക് വേണ്ടി. മെന്റൽ കേസ്. മെന്റൽ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പം പിടിച്ച മെന്റൽ. അത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പറയണോ? ഓക്കെ അല്ലടാ, നോക്കാം. ഒന്നുമില്ല. I really miss you. I'll miss you. Anyway, sorry for everything. Bye. കഴിഞ്ഞ 4 തവണ പറഞ്ഞ ഒന്നുകൂടെ പറയാ. നിർത്തണേ വയ്യ. ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ്. പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട്. ആളിനെ നമുക്ക് മനസ്സിലായി. ഞാൻ പെട്ടു. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. അതായത് നേരത്തെ വീഡിയോ ചെയ്ത് ആളുകളെ അറിയിക്കുകയാണ്. കുഴപ്പമായി തോന്നുന്നത്. 7ന്റെ പണിയാണല്ലോ ഈ വട്ടം. ഒരു പണി ഇവരെ പോലെ ഉള്ളവർക്ക് കൊടുക്കണം. പോയി ഇവിടുത്തെ പണി പോയി. ഞാൻ ഇപ്പൊ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു. അത് ഞാനൊന്ന് നിങ്ങൾക്ക് കാണണോ? അത് ഞാനൊന്ന് നിങ്ങൾക്ക് കാണണോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. രേണു കാണണോ? ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. രേണു എന്താ ചിരിക്കുന്ന? ഒറ്റ പെടവച്ചെന്നാലുണ്ടല്ലോ. പൂക്കൃത്രം കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കാ? പിന്നെ താഴേക്കല്ല മേപ്പെട്ടേക്കാൻ അയക്കണ്ടത്. അങ്ങനത്തെ തോന്നിയതാണ് പന്നിയിലിരിക്കണത്. ഇവൻ എന്തൊട്ട് തോന്നിവാസം കാണിച്ചു. നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യൂ. സുധിയാണ്. 1ാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അമ്പട പെരുങ്ങളാ. വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക്
അപ്പം എന്നെ സ്നേഹിക്കുന്ന, എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അയച്ചാണോ മൊബൈലില്? അയച്ചല്ല, എന്റെ ചാനലിൽ ഇട്ടതാ. അപ്പൊ അതാണ് സംഭവം. മോനെ കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നേരത്തെ വരുന്നതിന്റെ അന്ന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം ഇങ്ങോട്ട് പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കാൻ. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? വേണ്ട മൂപ്പര് കൊടുത്തോളൂ അല്ല 2-3 ആഴ്ച കൊണ്ട് എന്റെ ഞാൻ ഇടാൻ വേണമെങ്കിൽ. പറ്റിപ്പോയി. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. അല്ല നേരത്തെ ഇത് മുൻകൂട്ടി കണ്ട് ഇതെങ്ങനെ ഇടും? ഞാൻ ഇനി കയ്യില് പിന്നെ വല്ല ഫോണുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? കള്ളനവൻ പെരുങ്കള്ളൻ. നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിന് പോലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ ഒക്കില്ല. അടുത്ത ആഴ്ചത്തെ എടുത്തിട്ടില്ലേ? സത്യം പറ. ഇല്ല. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. എന്റെ ചാനലിൽ എടുത്തായിരുന്നു. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? ഫസ്റ്റ് എന്തായാലും വരുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ആണോ? എടാ നാറി, നിനക്ക് നാണമുണ്ടോ? വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ഇത് ശരിക്കും നല്ലൊരു പ്രവൃത്തിയാണോ? അല്ല 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 അല്ല. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പ മാമ. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഇത് ശരിക്കും നല്ലൊരു പ്രവൃത്തിയാണോ? അല്ല 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 അല്ല. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? വേറെ ആരും ഇല്ലല്ലോ. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ? ഞങ്ങൾക്ക് 7ന്റെ പണി തരികയാണോ? പോക്കത്തരം കാണിച്ച അമ്മയ്ക്ക് കാണാൻ ഇടിച്ചിന്റെ കൂമ്പലിക്കളെ. കള്ളപ്പന്നി. എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 8ന്റെ പണി തിരിച്ചു തരും. ഓക്കെ, ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. എന്നെ എന്തൊക്കെയോ പറഞ്ഞല്ലേ, അതൊന്ന് മാറ്റി പറഞ്ഞാൽ നമുക്ക് വാതിൽ തുറക്കാൻ. അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്. ഒറ്റെണ്ണം നേരെയാവില്ല. ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് വാഷ്റൂം പോകണം. ഇനി നാറി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരും. എങ്കിൽ നിങ്ങൾ അവിടെ തന്നെ കിടന്നു. ഈ ഇമാതിരി ചീപ്പ് ഷോ വേണ്ടട്ടോ. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നീ അവിടെ തന്നെ കിടക്കടാ. വാഷ്റൂം പോകണം. ഞാൻ തുറന്നിട്ട് വാഷ്റൂമിൽ പോകുന്ന എനിക്കൊന്ന് കാണണം. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നു കളയും. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. ഞാനാ? ഏയ് നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. സോറി പറയാതെ ഞാൻ തുറക്കില്ല. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വാങ്ങിച്ചു നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പില്ലായ്മയില്ല. ഒരു നടക്കി പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തത്, അങ്ങനത്തെ നിൽക്കുന്നവരല്ല. നിന്റെയൊക്കെ വീട്ടിലോട്ട് പോലും കേട്ടത്തോളുമാരാ. വേണ്ട. കുറെ നാളായി നിന്നെ സഹിക്കുന്നു. വേണ്ട വേണ്ടെന്ന് വെക്കുന്തോറും. ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് എന്ന് പറയൂ. സമ്മതിച്ചു. നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചെന്ന് പറയണം. ഇതിനെക്കുറിച്ച് എത്ര ഇമെയിലുകളും എത്ര കമന്റുകളുമാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാം. അല്ലെങ്കിൽ ജോലി എടുത്ത് ജീവിക്കുന്ന ലക്ഷ്മി ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ? അപ്പൊ ആരാണ് അവിടെ ജോലി ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാർ? നിങ്ങൾ ഈ ഷോ കണ്ടിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ വരരുത്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ. ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ എനിക്കിവിടെ സമയമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്ന എത്രയോ പേര് അവിടെ ആണുങ്ങൾ ഇരിപ്പുണ്ട്, പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. സ്വാഭാവികം.
ആരും അതിൽ പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. അതല്ല ഉദ്ദേശം. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? അവര് ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? നിങ്ങളുടെ ചെലവ് ജീവിക്കുന്ന ആളാണോ? പോയല്ലേ നിങ്ങൾക്ക് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ മറ്റേ എന്റെ വീട്ടിൽ വന്നു കിട്ടിയല്ലോ. എന്താണിത്? ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ പുറത്തൊക്കെ ജീവിച്ച ആളല്ലേ? ഞാൻ കുറച്ച് ഓവറായില്ലേ? ഞങ്ങൾ എന്തിനാണ്? ഞങ്ങൾ മണ്ടന്മാരാണോ ഇങ്ങനെ ഒരു ഷോയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ? ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ. നിങ്ങൾ എന്ത് മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ഇങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മൾ കുറച്ച് പേരിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് മൈ ഇരിക്കൂ, ഞാൻ സംസാരിക്കാം മസാനയോട്. ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. ഞാൻ അഭിചേട്ടനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ താല്പര്യം അതെങ്ങനെയാണോ? ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കടാ. നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രമാണ്, നിക്ഷിപ്തമാണ്. നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? അപ്പൊ ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. അവിടെ നിൽക്കാൻ സാധ്യതയില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇത് ഇപ്പോഴല്ല, വളരെയധികം പ്രശ്നം ഉണ്ടാവും. ലക്ഷ്മി, ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. കഴിഞ്ഞ ഷോയിലും എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, അവർക്ക് എന്താണ് കുഴപ്പം? ഐ ആം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ദിസ് ഈസ് റോങ്. എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ്. ഏത് ഏജിലാണ് കുട്ടികൾ? എന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ. ഷോ കാണുന്നതല്ലേ നിങ്ങളുടെ അമ്മയും മകളും? അപ്പൊ നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? കിളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ വേണ്ട അഭ്യാസം നടക്കണ്ട. എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ എനിക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കി. അവരുടെ മകൻ അടക്കം ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് ഇവര് പറഞ്ഞത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതാണ്. നമ്മുടെ സെക്ഷുവാലിറ്റി ഒക്കെ നമ്മൾ ജനിക്കുമ്പോ തൊട്ട് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. അതൊരു പർട്ടിക്കുലർ ടൈമിൽ എത്തുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഇവർ പൊട്ടത്തരം പറയുന്ന പോലെ ആരെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഹെട്രോസെക്ഷൽസിനെ എല്ലാവരെയും എനിക്ക് ഉറക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഹോമോസെക്ഷൽസ് ആകാം. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ ലക്ഷ്മി മസ്താനി മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. എന്റെ കാഴ്ചപ്പാട് ഇതാണ്. എടി പെമ്പിള്ളേരായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാഴ്ചപ്പാടിലാണോ നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് പറഞ്ഞ ആ വാക്കാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിലോ കാര്യങ്ങളിലോ ഒന്നും പ്രശ്നമല്ല. എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ കേട്ടില്ല? അക്ബറിന്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കേട്ടോ? ഇല്ല. അപ്പൊ അത് വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അത് പറഞ്ഞാ പോരെ? വീട്ടിൽ വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതാണ്ട് പിന്നാലെ നടക്കണമാരാണ് വീട്ടിൽ കയറ്റാൻ. അക്ബറിന്റെ വീട്ടിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് അവരായിട്ട് കൂട്ട് വേണ്ടെന്നുള്ളത്. നിങ്ങൾ കേട്ടോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ കേട്ടോ? ഇതിനകത്ത് നിങ്ങൾ കേട്ടോ? ഇല്ല. പിന്നെന്താ? ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ കേട്ടു? നീ ഗാന്ധിജിയാടാ, താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി. ഇങ്ങനെയാണോ ഒരു ഷോയെ കാണണ്ടേ? ഇരിക്കൂ. എനിക്ക് സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ലാലേട്ടപ്പ ലക്ഷ്മി ഉള്ള കാരണം ലക്ഷ്മിയുടെ മക്കൾ ഇപ്പൊ കാണല്ലേ? ഇത്ര ബുദ്ധിമുട്ടി കൂടെ വരണോ? എന്റെ ഒരു ആഗ്രഹം ലക്ഷ്മി വീട്ടിൽ നിന്ന് മാറുന്ന തന്നെ ആ മക്കൾ നല്ല രീതിയിൽ വളർന്നു വലുതാവും. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ലാന്ന്. ഈ ഷോയിൽ വന്നിട്ട് എന്താ കാണിക്കുന്നത്? എന്ത് മെസ്സേജാ കൊടുക്കുന്ന കമ്മ്യൂണിറ്റിക്ക്? അതിന്റെ ആവശ്യമില്ല. അവരുടെ ലൈഫ് തന്നെ ഒരു മെസ്സേജാ. എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? ഓക്കെ എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്തെങ്കിലും കുത്തിക്കേട്ടി വായിക്കാം. അതിലെ നൂറ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ വിപ്രോയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്.
ഭയങ്കര അവര് വിപ്രോയില് വർക്ക് ചെയ്ത് അവർക്ക് ശമ്പളം കിട്ടി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. സൈബർ അല്ലാതെ അവര് സെക്യൂരിറ്റി ജോലിയില്ലാത്ത ആൾക്കാരല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോതം കണ്ടില്ലേ? ഏത് മാഷാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. ലക്ഷ്മി പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ കൈവക്കും. ലക്ഷ്മിക്ക് കൈവക്കാം, ലക്ഷ്മിക്ക് കൈവക്കാം. കാര്യം ലക്ഷ്മിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ കൈ പൊക്കണോ? വേണ്ട. പാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലക്ഷ്മി പറഞ്ഞു തരും. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലില്ലേ, നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടോ ഇതുപോലത്തെ? ഉണ്ട്. പിന്നെന്താ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനല്ല ബുദ്ധിമുട്ട്, എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിലാണ് ബുദ്ധിമുട്ട്. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ലക്ഷ്മി, ഞാൻ കഴിഞ്ഞോട്ടെ, ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഇറങ്ങുന്നോ അതോ ഞാൻ ചവിട്ടി ഇറക്കണോ? ഇറങ്ങടാ. നാളെ മുതൽ നിങ്ങൾ ഇവരെയല്ലേ കാണണ്ടേ? അവര് നിങ്ങളെല്ലേ കാണണ്ടേ? എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നിൽക്കുന്നത്? എന്തിനാണ് ഈ ഷോയിൽ വന്നത്? എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ആർ യു സ്ട്രൈറ്റ്, ആർ യു? ആരാ ചോദിച്ചേ? ലക്ഷ്മി എന്റെ അടുത്ത് ലക്ഷ്മി ചോദിച്ചിട്ടുണ്ട്. എന്റെ അമ്മയെ നാട്ടിച്ച്. ഇത് തെറ്റാണോ ഇല്ലെങ്കിൽ ഇത് റൈറ്റ് ആണോ പറയാൻ നമ്മൾ ആരും ഇല്ല. അത് ഒരു കാര്യത്തിലും ഇല്ല മോനെ, അത് ഒരു കാര്യത്തിലും ഇല്ല. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിലോസഫിയിൽ ജീവിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ മറ്റവന്റെ തലയെ കയറി ജീവിക്കരുത്. ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? വളരെ മാന്യമായിട്ടാണോ ലക്ഷ്മി സംസാരിച്ചിരിക്കുന്നത്? അല്ല, ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി. അതിന് പിറ്റേ ദിവസമാണ് ഞാൻ ശരിക്കും കണ്ടത്. ഒരു പെണ്ണ് ചെക്കൻ അടുത്ത് വന്ന് ഇരുന്ന് എന്താണ് ചെയ്യുന്നത്? ഉമ്മ കൊടുക്കും, കിസ് ചെയ്യും. അനുമോൾ, നിങ്ങൾക്ക് നാണം ഉണ്ടോ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? എന്തൊക്കെ കാണിക്കുന്നത്? ഇതൊരു ഷോ അല്ലേ? ഞങ്ങൾക്കൊക്കെ പുറത്ത് പോണ്ടേ? മനുഷ്യനെ നാളം കെടുത്താനായിട്ട് ഓരോ കുരുത്തക്കേട് കാണിച്ചോളും. ശരി, അനുമോൾ നിങ്ങളെ കണ്ടോ? കണ്ടായിരുന്നു. എന്താ നിങ്ങൾ കണ്ടേ? ഫേസ് കൊണ്ട് അവർ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ലാലേട്ടാ. ശരി, ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി. ഞാൻ US-ലാണ്, ഞാനും നോക്കി. ഞങ്ങൾ അത് കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? ആര് കേട്ടാലും വിശ്വസിക്കില്ലേലും ഞാനൊരു കാര്യം പറയാം. ഞാൻ കണ്ടത് തെറ്റാണോ ശരിയെന്ന് ഞാൻ പറഞ്ഞില്ല ലാലേട്ടാ, പക്ഷെ ഞാൻ കണ്ടു. അതിൽ ഞാൻ ഉറച്ചു. അതെങ്ങനെയാണ് ബാക്കി ആരും കാണാത്തൊരു കാര്യം, ഞങ്ങളെ പോലും കാണാത്തൊരു കാര്യം നിങ്ങൾ കാണും? ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. അവിടെ നമ്മൾ കിടക്കുമ്പോ അവള് വെറുതെ സ്റ്റോറി. അനുമോൾ കണ്ടു എന്നാണ് പറയുന്നത്. അനുമോൾ എന്ത് കണ്ടു? പറയൂ, എന്ത് കണ്ടു? പതിപ്പിന്റെ അടിയിൽ എങ്ങനെ എന്താ കണ്ടത് നിങ്ങൾ? എന്തോന്ന് കണ്ടത്? എന്നാ പിന്നെ എന്നെ ഉറക്കം വിളിച്ചു പറയാം. പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ? അല്ല വേണ്ട, ചെവി തരാം. അവർ തമ്മില് ഫേസ് കൊണ്ട് അവർ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ലാലേട്ടാ. നമ്മൾ ലേറ്റ് ആയി പോയടേ. ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ, ഞങ്ങൾ ഇത് മുഴുവൻ പരിശോധിച്ചല്ലോ ക്യാമറയിലൂടെ. അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങളെ കള്ളം പറയാണോ? എനിക്ക് അതറിയില്ല ലാലേട്ടൻ, ഞാൻ കണ്ടതാണ് പറയുന്നത്. അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമല്ലേ? മുതലാളിക്കും എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? ഏതാണ്ട് 5-6 മണിക്കൂർ ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ നിന്ന് ആൾക്കാർ കണ്ടു. ഇത് നിങ്ങളെ ഒരു ശ്വാസം വിട്ടാൽ പോലും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? വേറെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. അതെനിക്കറിയില്ല. അത് എനിക്കറിയില്ലെന്ന് അങ്ങനെ പറഞ്ഞാൽ അതാണ് ആൻസർ. അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്ന തോന്നിയ ദിവസം പറഞ്ഞിട്ട് പറ്റിപ്പോയി ചേട്ടായി. ഇനി മേലാൽ ഇനി അടുത്താത്തിങ്ങനെ ചെയ്യില്ലടാ. ഇല്ല. എന്തായാലും എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആണ്. എല്ലാവർക്കും ഞാനൊരു പണിഷ്മെന്റും തരികയാണ്. നിങ്ങൾ പരസ്പരം ആരുടെയാണെന്ന് തിരഞ്ഞെടുക്കുക. ഒരാഴ്ച അവരുടെ ഡ്രസ്സ് മറ്റേ ആൾ വാഷ് ചെയ്യണം. എനിക്ക് നല്ലപോലെ മലയാളം അറിയാം. മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. പറയുമ്പോ ചിലപ്പോ ഇങ്ങനെ ഫമ്പലാകും, പക്ഷെ പറയാൻ നല്ലപോലെ ഞാനൊരു ഗുണ്ടിയാണ്. അയ്യോ, ഒന്ന് പരിചയപ്പെടേണ്ടതായിരുന്നു ആ ഗുണ്ടിയെ. ഫമ്പലാവും, ഞാനൊരു ഗുണ്ടിയാണ്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. എടാ, ഇതൊക്കെ മര്യാദ പഠിപ്പിച്ചു മനുഷ്യനെ നാട്ടിക്കാൻ. ഇതില്ല, അതിന് ഓപ്പോസിറ്റ് ഇല്ല. ഗുണ്ടിയുണ്ട്. ഇല്ല. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? ഈ വെട്ട് എല്ലാവർക്കും ഉള്ളതാ. അതല്ല
സോറി, ഇറ്റ്സ് ഓക്കെ. ഞാൻ മാത്രമേ കേട്ടുള്ളൂ. നന്നായിരുന്നു. മികച്ച ആളായതുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്, നിന്റെ കഴിവുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. അഖിൽമാരാറ് സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ജയിക്കോ, നമുക്ക് ഇനി ഒന്ന് കാണാം. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും SI സോമം പുള്ളയ്ക്ക് ചരക്കാൻ. ഇത് വാശീന്റെ ഇത് എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഞാൻ കാരണം പോടായിരുന്നു. ഈ ബോംബെ നഗരത്തിൽ എന്റെ അഡ്രസ്സിന് പിൻകോഡ് ഇല്ലെങ്കിലും പോസ്റ്റ് വരാറുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ അത്രയ്ക്ക് ഫേമസ് ആണ്. ഈ കഴിഞ്ഞ കാലത്തിനിടയ്ക്ക് ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അവന്റെ പേരുച്ചരിച്ചതായി കേട്ടിട്ടുണ്ടോ? ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അനുമോൾ. പോസ്റ്റ് വരുന്നത് ലെറ്ററിലെ അഡ്രസ് നോക്കിയല്ല, അഡ്രസ്സിലെ ലാൻഡ്മാർക്ക് നോക്കിയാണ്. നാളെ പാത്ത് പദവിയെ പാത്ത് മോതറല്ല സാർ. ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. മികച്ച ആളായതുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്, നിന്റെ കഴിവുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. സൂര്യൻ പോകാൻ അസ്തമിക്കാൻ സമയമായി, അപ്പോഴാണ് നിന്റെ പ്രാർത്ഥന. അഖിൽമാരാറ് സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ജയിക്കോ, നമുക്ക് ഇനി ഒന്ന് കാണാം. എന്താ എല്ലാത്തിനും തൊണ്ടടഞ്ഞു? എനിക്ക് സംസാരിക്കാൻ വേണ്ട 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 വേണ്ട, നീ സംസാരിക്കണം. നീ ഇപ്പോഴും അതിന്റെ രോമാഞ്ചം വിട്ടു മാറിയിട്ടില്ല. എന്താണ് അവിടെ കണ്ടത്? സത്യം സാർ, കോരി കോരി തരിച്ചുപോയി. അല്ല, ഇവളെ കൂടെയൊക്കെ നിന്നാ ഇവള് ഫ്രണ്ട്ഷിപ്പ് വരെ കോംബോ ആക്കി പുറത്തു വിടാൻ നിൽക്കുകയായിരിക്കും. ഒച്ച വെക്കാതെ. ഇവിടെ നിന്ന് പുറത്തോട്ട് പോയിട്ട് സീരിയൽ അഭിനയിക്കുമോ? സിനിമ മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പോ ഏതാത് சொல்லணுமா? ഇനി നിനക്ക് എന്തൊക്കെ സന്നാഹങ്ങൾ കാണണോടാ? കാണാ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ ഒന്നും ഞാൻ പറയാം, പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല. സ്നേഹം പോലും അവരുടെ കുറ്റമല്ലായിരിക്കാം. ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ നൂറൊക്കെല്ലാം അറിയാം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. ഞാൻ തോന്നുന്നു സത്യം
ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്, പത്മശ്രീ. എന്ത് ചെയ്യുന്നവിടെ ഇറങ്ങിപ്പോവാൻ തോന്നുവാ, എനിക്ക് വയ്യ. അതൊക്കെ ഞാൻ സീരിയൽ അഭിനയിച്ച് ഞാൻ പൊക്കോണ്ടിരുന്നു എന്റെ കുടുംബം നോക്കി. നീ എന്നോടാ പറഞ്ഞത്, നീ നുണച്ചി. നീ എന്നോടാ പറഞ്ഞത് നുണച്ചി പാറു. നീ എന്നോടാ മോളെ പറഞ്ഞത്. വല്ലാണ്ടിരിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിക്കും. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും തോറ്റു പോവില്ല, തോറ്റുപോകാൻ സമ്മതിക്കത്തുമില്ല. അനുഭൂതിയില്ല, വിശ്വാസമല്ല, സത്യസന്ധതല്ല, നിലപാടില്ല, എല്ലാത്തിനും 0, 10%, 0, ഫുൾ 0. അത് താനല്ല തീരുമാനിക്കാം. ഇങ്ങനെയല്ലേ സ്നേഹിച്ചവരെന്നെ നമ്മൾ ദ്രോഹിക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെ ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നുന്നു. പക്ഷെ മാക്സിമം എനിക്കിവിടെ പിടിച്ചു നിൽക്കുന്നേ പറ്റൂ. കരയരുത് കേട്ടോ. ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ കഥയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ അപ്പൊ വന്താൻ തലവരവ അരിമോളെ പോലെ ഗെയിം കളിക്കാൻ അറിയപ്പെടുത്ത ഒരു ടാസ്കിൽ പോലും വിജയിക്കാത്ത, എന്റെ തൊട്ട അരിയത്ത് പോലും നിൽക്കാത്ത അവക്ക് ഞാൻ ആ പവർ ഞാൻ കൊടുക്കില്ല. ഉറപ്പിക്കാമോ? ഞാൻ അന്ന് അനുഭവിച്ച വേദനയ്ക്ക് എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് ഉണ്ടായിരുന്നത് ആ ദിവസമാണ് ഈ ദിവസം. അത്രേ ഉള്ളൂ. ഞാൻ വേറെ ആളെ കണ്ടിട്ട് നിൽക്കരുത്. ഒരാളെ കണ്ടിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് നിന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വേറൊരാൾ വന്ന് രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. തൂഫാൻ, തൂക്കി, അടിപൊളി. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? അതിൽ നിന്ന് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. വീണ്ടും ഓടുന്നവർക്ക് മാത്രം. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എൻ്റെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഏതായാലും ഒരുപാട് സന്തോഷം. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണം. ദൈവം, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും. അതെല്ലാം എനിക്ക് ദൈവം സാധിച്ചു തരുന്നുണ്ട്. ഒപ്പം ഇതും ഇനിയും അതുപോലെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നാളായാലേ താൻ ഈ മൊമെന്റിന് വേണ്ടി കഷ്ടപ്പെടുന്നു. കുറച്ച് ലേറ്റ് ആയി പോയിന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മളൊക്കെ മിഡിൽ ക്ലാസ് അല്ലേ സർ. ഇങ്ങനെ ഒരു ദിവസത്തിലേക്ക് എത്താൻ ആരെ ഹെൽപ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് തന്നെ വരണം. അപ്പൊ കുറച്ച് വൈകിയാണെങ്കിലും എത്തും. അല്ല, എത്തി.